ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഉമ്മറത്ത് കുറച്ച് ചവറ് കൂട്ടിയിട്ടിട്ടുണ്ട്, അതൊന്ന് കത്തിക്കണം. കത്തിക്കുന്നത് നല്ലതാ. പ്രാണികളും പാമ്പും പഴുതാരൊക്കെ പോയി കിട്ടും. അല്ലെങ്കിൽ എന്ത് ശല്യവാ ഇവറ്റോളൊക്കെ കേറി വരുമ്പോ. ശ്രീകോവിലിൽ നിന്നൊരു വിളക്ക് കത്തിച്ച് തിരുമേനി കയ്യിൽ തരും. അതുമായി ക്ഷേത്രം ഒന്ന് വലം വെക്കണം. അത് കഴിഞ്ഞ് തിരിച്ച് നടയിൽ ഏൽപ്പിക്കണം. അത്ര തന്നെ. ഓ ഓ അത്രേ ഉള്ളല്ലേ? അല്ല, എന്തുപറ്റി? അല്ല, ഒന്നുമില്ല. ഇന്നാണല്ലോ സ്വാമി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞത്. അവരുടെ കാര്യമായതുകൊണ്ട് സമയമൊക്കെ ഷാർപ്പായിരിക്കും. ഈ വിളിച്ചു പറഞ്ഞ ആ സമയത്ത് അവിടെ ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം. വാ വാ. തിരുമേനി, വിളക്കെടുക്കൽ ചടങ്ങിന് വേണ്ടിയാ. അങ്ങനെ ആവട്ടെ. ഈശ്വര, എല്ലാം നന്നായിട്ട് നടക്കണേ. ഹരി മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടും പിഴയ്ക്കാതിരിക്കണേ. ഞങ്ങളുടെ സംരംഭം വിജയിപ്പിക്കണേ. അല്ല, ഇതെന്താ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ? പ്രാർത്ഥിക്കണ്ടേ? എനിക്കൊരു ചെറിയ പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, അത് കഴിഞ്ഞു. അതെന്ത് പ്രാർത്ഥന? ഭഗവാനെ, എനിക്ക് പറയാനുള്ളതെല്ലാം എന്റെ ഭാര്യ അങ്ങയോട് പറയുമെന്ന്, അത് ഭംഗിയായിട്ട് നടത്തി കൊടുക്കണേന്ന് മാത്രം പോരെ? സമ്മതിക്കണം. ദൈവത്തിനോടുള്ള പ്രാർത്ഥനയിൽ ഇത്രയേറെ ലാഭം നോക്കുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അതൊന്നും അല്ലടോ. ഇനി മുതൽ അങ്ങോട്ട് ദൈവത്തിന്റെ സെക്ഷൻ ഞാൻ തന്നെ ഏൽപ്പിക്കുക. എല്ലാം കണ്ടറിഞ്ഞ് താനങ്ങ് ചെയ്താൽ മതി. എല്ലാം എന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് വീട്ടിലും കമ്പനിയിലും ആയിട്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇതുപോലെ എന്റെ കൂടെ വന്നോളണം. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞോളാം. സമ്മതിച്ചു. കുറച്ചു കഴിയുമ്പോ തിരുമേനി വിളക്ക് കൊണ്ടുവരും. അതുവരെ നമുക്ക് നടയിൽ തന്നെ നിൽക്കാം. ആയിക്കോട്ടെ. ഒരു ഭക്തയുടെ അവകാശങ്ങളൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. ആ മോളെ, ഞാനൊന്ന് പുറത്തേക്ക് പോവാ. അമ്മോടൊന്ന് പറഞ്ഞേര്. സുജാത വാ. അല്ല, എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ നിൽക്കുകയാണോ? ഒരു സൊസൈറ്റി കുറച്ച് കാശിട്ടിരുന്നു. സൊസൈറ്റികൾക്ക് ഇപ്പൊ കഷ്ടകാലമാണല്ലോ. അതിന്റെ നിക്ഷേപകരെല്ലാം കൂടി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് തല കാണിക്കണം. നമ്മൾ അധ്വാനിച്ച കാശല്ലേ, എല്ലാം ഇങ്ങ് ഊരിയെടുത്തല്ലേ പറ്റൂ. ശരിയാ. സുജാത കുറച്ചേരം ഉണ്ടാവും ഇവിടെ? ഞാൻ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്നതാ.
കുറച്ചു കഴിയുമ്പോ ഇറങ്ങും. എനിക്കെന്തായാലും നിൽക്കാൻ നിർവാഹമില്ല. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. ഓ ആയിക്കോട്ടെ. മോനെ, അമ്മ എന്താ ഇത്ര പെട്ടെന്ന്? അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് നിന്റെ അടുത്തേക്ക് വരാതിരുന്നത്. ഇപ്പൊ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി. അപ്പൊ പിന്നെ ഇടയ്ക്ക് വരാമെന്നും കരുതി. ഇവിടെ പിന്നെ കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടായോ? അയ്യോ ഇല്ലമ്മേ, ഒരു പ്രശ്നവുമില്ല. ആയിക്കോട്ടെ. അതുമനെ, ഇത് നിനക്ക്. ഹായ്. മിഠായി തീറ്റ കൂടുതലുണ്ടോ? ഇല്ല. അതൊക്കെ ഒരുപാട് കഴിക്കും. പറഞ്ഞാ കേക്കൊന്നുമില്ല. ഞാൻ അമ്മയെ വിളിക്കാം. ഉമ്മറത്ത് കുറച്ച് ചവറ് കൂട്ടിയിട്ടിട്ടുണ്ട്. അതൊന്ന് കത്തിക്കണം. കത്തിക്കുന്നത് നല്ലതാ. പ്രാണികളും പാമ്പും പഴുതാരൊക്കെ പോയി കിട്ടും. അല്ലെങ്കിൽ എന്ത് ശല്യവാ ഇവറ്റോളൊക്കെ കേറി വരുമ്പോ. അമ്മയുടെ സംസാരം എപ്പോഴും അങ്ങനെ തന്നെയാ. ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കില്ല. അന്ന് അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. അമ്മയോട് കള്ളം പറയാൻ പഠിച്ചു അല്ലേ? ആദ്യമോൻ എന്നെ വിളിച്ചിരുന്നു. അതിവന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട്. അതമ്മ, പെൺമക്കളെ കെട്ടിച്ചു വിട്ടാൽ മാത്രം പോരാ. അവരുടെ ജീവിതത്തെക്കുറിച്ച് അന്വേഷിക്കണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറ്റിക്കൊടുക്കണം. അത് അമ്മമാരുടെ ഡ്യൂട്ടിയാണ്. അമ്മ ആ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ജ്യോതി, മോള് പേടിക്കൊന്നും വേണ്ട. ഇത്രയും കാലം മനസ്സ് നേരെ നിൽക്കാത്ത കുഴപ്പമായിരുന്നു. ഇപ്പൊ അമ്മയുടെ മനസ്സിന് നല്ല ബലമുണ്ട്. മോളാണോ വിളക്കെടുക്കൽ ചടങ്ങ് നടത്തുന്നത്? അതെ. എന്താ വിശേഷം? ഞങ്ങള് ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നുണ്ട്. അതിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയാ. നല്ലതാ മോളെ. വിളക്കെടുത്താൽ അതിന്റെ ഐശ്വര്യം ഉറപ്പായിട്ടും കിട്ടും.